നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാടിന്റെ 9ാമത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ വിജയ്ക്ക് ഇപ്പോൾ ആശംസകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വരികയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വിജയെ ടെലിഫോണിൽ നേരിട്ട് വിളിച്ചാണ് പ്രധാനമന്ത്രി തന്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയും അദ്ദേഹം ആശംസകൾ നേർന്നിരുന്നു. പുതിയ സർക്കാരിന്റെ ഭരണകാലം തമിഴ്നാടിന് ഗുണകരമാകട്ടെ എന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. സംസ്ഥാനത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കുമായി കേന്ദ്ര സർക്കാർ തമിഴ്നാട് സർക്കാരിനൊപ്പം നിൽക്കുമെന്നും എല്ലാവിധ സഹകരണങ്ങളും ഉറപ്പാക്കുമെന്നും അദ്ദേഹം ടെലിഫോൺ സംഭാഷണത്തിനിടെ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ഹൃദ്യമായ ആശംസകൾക്ക് മുഖ്യമന്ത്രി വിജയ് നന്ദി രേഖപ്പെടുത്തി. ജനങ്ങളുടെ ക്ഷേമത്തിനും സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനത്തിനുമാണ് തന്റെ സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം മറുപടി നൽകി. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ സജീവമായ പിന്തുണയും പങ്കാളിത്തവും തമിഴ്നാട് പ്രതീക്ഷിക്കുന്നതായും വിജയ് കൂട്ടിച്ചേർത്തു. രണ്ട് ഭരണകൂടങ്ങൾ തമ്മിലുള്ള ഈ സൗഹൃദപരമായ സംഭാഷണം തമിഴ്നാടിന്റെ വികസന പാതയിൽ നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. നേരത്തെ കോൺഗ്രസിനെ മോദി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. അധികാരത്തിന്റെ അത്യാർത്തി കാരണം കോൺഗ്രസ് DMKയെ പിന്നിൽ നിന്ന് കുത്തി ചതിച്ചാണ് പുതിയ മേച്ചിൽപ്പുറം തേടിയതെന്നാണ് മോദി കർണാടകയിലെ ഒരു പരിപാടിയിൽ പറഞ്ഞത്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തതിന് പിന്നാലെയായിരുന്നു മോദിയുടെ വിമർശനം. തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ കാണാൻ മുഖ്യമന്ത്രി വിജയ്, സഭ കഴിഞ്ഞാൽ സ്റ്റാലിനെ കാണാനായി വിജയ് വീട്ടിലേക്ക് എത്തുമെന്നാണ് വിവരം. സ്റ്റാലിന്റെ വീട്ടിലേക്ക് വരാനാകുമോ എന്ന് വിജയ് തിരക്കിയതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. സമ്മതം അറിയിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് വിജയുടെ സന്ദർശനം. സ്റ്റാലിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വിജയ് 3:30 വൈക്കോയുടെ വീട്ടിലും സന്ദർശിക്കും. ഇന്നലെയാണ് TVK സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. വളരെ മാസമായിട്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത്. അദ്ദേഹം ഓരോ വാക്കുകൾ പറയുമ്പോഴും അവിടെ കൂടിയിരുന്ന തമിഴ് ജനത വളരെ ആർപ്പുവിളികളോടെ കൈകളടിച്ചുമാണ് അദ്ദേഹത്തെ വരവേറ്റത്. തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞയ്ക്കെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെയും മുഖ്യമന്ത്രി വിജയുടെയും വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റ ബ്ലോക്ക് ചെയ്തെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. 1 മണിക്കൂറിൽ 12 ദശലക്ഷം പേര് കണ്ട വീഡിയോ ആണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്നാൽ വീഡിയോ ബ്ലോക്ക് ചെയ്യാനുള്ള കാരണം ഇൻസ്റ്റ വ്യക്തമാക്കിയിട്ടില്ല. ഇതിനോടകം നിരവധി നേതാക്കളാണ് വിഷയം പങ്കുവച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടായിരുന്ന ചടങ്ങിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തതും വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കന്മാരിൽ രാഹുൽ ഗാന്ധി പ്രത്യേകം ശ്രദ്ധ നേടിയിരുന്നു. സത്യപ്രതിജ്ഞാ വേദിയിലെ രാഹുലിന്റെ പങ്കാളിത്തം വലിയ ചർച്ചയായി. ഇരുവരും തമ്മിൽ നല്ല സൗഹൃദത്തിലാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. സമീപകാല രാഷ്ട്രീയ സംഭവങ്ങളും ഈ സൗഹൃദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2009 വിജയ് കോൺഗ്രസിൽ ചേരാൻ നോക്കിയിരുന്നു. എന്നാൽ ഇന്ന് വിജയുടെ പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ അന്ന് വിജയ് ചേരാൻ ശ്രമിച്ച പാർട്ടിയുടെ പ്രമുഖ നേതാവ് ആ വേദിയിലുണ്ടെന്ന ട്വിസ്റ്റും സംഭവിച്ചിരിക്കുന്നു. വിജയ് നയിക്കുന്ന സഖ്യത്തിലെ ഒരു ചെറിയ സഖ്യകക്ഷിയായിരിക്കുകയാണ് ഇന്ന് തമിഴ്നാട് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് സമീപകാലത്ത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സംഭവിച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നത്. വിജയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം രാഹുൽ ഗാന്ധി അദ്ദേഹവുമായി 3 തവണ സംസാരിച്ചിട്ടുണ്ട്. തന്റെ സഹോദരൻ എന്നാണ് വിജയ് ചടങ്ങിലെത്തിയ രാഹുലിനെ വിശേഷിപ്പിച്ചത്. ചടങ്ങിൽ വൻ ജനപങ്കാളിത്തമായിരുന്നു. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലി നൽകി. വിപുലമായ ചടങ്ങാണ് ഒരുക്കിയിരുന്നത്. ചടങ്ങിന് സാക്ഷിയാകാൻ വിജയുടെ കുടുംബാംഗങ്ങളും TVK പ്രവർത്തകരും സിനിമാ താരങ്ങളും അടക്കം വലിയ നിരയാണ് എത്തിയത്. 120 MLA-മാരുടെ പിന്തുണയോടെയാണ് TVKയുടെ സർക്കാർ രൂപീകരിച്ചത്. വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തത് 9 മന്ത്രിമാരാണ്. നിലവിൽ പുറത്തിറക്കിയിരിക്കുന്ന ലിസ്റ്റിൽ കോൺഗ്രസ് മന്ത്രിമാരില്ല. കോൺഗ്രസ് മന്ത്രിമാരെ വിശ്വാസ വോട്ടിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. 9 മന്ത്രിമാരിൽ ഒരു വനിതാ മന്ത്രിയും ഉൾപ്പെട്ടിട്ടുണ്ട്. സെൽവി S കീർത്തന എന്ന 29-കാരി. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി എന്ന പ്രത്യേകതയും കീർത്തനയ്ക്കുണ്ട്. ശിവകാശിയിൽ നിന്നുള്ള MLA ആണ് കീർത്തന. TVKയുടെ പ്രായം കുറഞ്ഞ വനിതാ MLA-യും കൂടിയാണ്. പൊളിറ്റിക്കൽ കൺസൾട്ടന്റ് ആയിട്ട് കൂടിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഏതായാലും വലിയൊരു മാറ്റത്തിനാണ് തമിഴ്നാട് സാക്ഷ്യം വഹിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ഭരണം എത്രത്തോളമായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. മാത്രമല്ല താൻ പ്രചാരണ വേളയിൽ പറഞ്ഞിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുമെന്നും വിജയ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തനിക്കല്പം സമയം വേണമെന്നും അത് അദ്ദേഹത്തിന് തമിഴ് ജനത നൽകണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ഭരണം എന്നുള്ള ആകാംക്ഷയോടുകൂടി തന്നെയാണ് തമിഴ് മക്കൾ ഇപ്പോൾ കാത്തിരിക്കുന്നത്.